തെരഞ്ഞെടുപ്പ് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മലയാളികൾ തീർച്ചയായിട്ടും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്ന ആ ഒരു വലിയ മാറ്റം, ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ, അതല്ല ഒരു തുടർഭരണം ഉണ്ടാകുമോ, അതല്ല ഇവിടെ ഒരു മൂന്നാം മുന്നണി ശക്തിപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നും അതോടൊപ്പം തന്നെ തൂക്കുസഭ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന തോതിൽ സീറ്റുകളുടെ കാര്യത്തിൽ പോലും ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടി പ്രതിപക്ഷത്താകുമെന്നും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി ഭരണപക്ഷത്താകുമെന്നൊക്കെ തന്നെയുള്ള പല രീതിയിലുമുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷേ അന്തിമഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ ഈ പറയുന്ന തോതിൽ റിസൾട്ട് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സാഹചര്യത്തിൽ തൊട്ടു മുന്നേ പുറത്തു വന്നിട്ടുള്ള സർവേ റിസൾട്ട് പ്രകാരം, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ പ്രകാരം എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, അതായത് ത്രികോണ പോരാട്ടം വളരെ കടുത്ത രീതിയിൽ നടക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂരിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ സംഭവിക്കുന്ന മാറ്റം എന്താണ്, അട്ടിമറി എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ഇത്തവണ UDF ആണോ നേട്ടമുണ്ടാക്കുന്നത്, അതല്ല LDF ആണോ നേട്ടമുണ്ടാക്കുന്നത്, അതുമല്ല BJP വീണ്ടും അവിടെ നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും, തൃശ്ശൂരിലെ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും, 13 നിയമസഭാ മണ്ഡലങ്ങളുടെ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂർ അട്ടിമറി സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ LDFിൻ്റെ ഒരു തേരോട്ടമായിരുന്നു. LDF വളരെ വലിയ തോതിലുള്ള ഒരു തരംഗമുണ്ടാക്കിയ ഒരു സ്ഥലമായിരുന്നു. അതായത് സീറ്റുകൾ, ഒരു ഭൂരിഭാഗം സീറ്റുകളും നേടിയെടുക്കുന്ന തരത്തിലോട്ട് LDF കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. UDFിനും BJPക്കും കാര്യമായിട്ടുള്ള മുന്നേറ്റമൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അത് പിന്നീട് അങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകൾ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ഈ പറയുന്ന LDFിന്, ഇടതുപക്ഷത്തിന് കാര്യമായിട്ടുള്ള മുന്നേറ്റമൊന്നും തന്നെ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അതിലേറ്റവും എടുത്ത് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പൊതുകാട്, അതോടൊപ്പം തന്നെ ചാലക്കുടി, കയ്പമംഗലം, വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര, ഇവിടങ്ങളിലൊക്കെ തന്നെ എന്തട്ടിമറിയാണ് സംഭവിക്കുക. ഇതിൽ പല മണ്ഡലങ്ങളും LDFിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പലതും UDFിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്, BJPക്കും വിജയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. സർവേ റിസൾട്ടിലെ കണക്ക് നോക്കുമ്പോഴത്തേക്കും വ്യക്തമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1 മുതൽ 2 സീറ്റ് വരെ ലഭിക്കാനായിട്ടുള്ള, അതായത് വിജയ സാധ്യത നിലനിൽക്കുന്നു എന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. 1 മുതൽ 2 സീറ്റ് വരെ. അതേസമയം നേരെ മറിച്ച് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് 2 മുതൽ 3 സീറ്റുകൾ വരെ വിജയ സാധ്യത നിലനിൽക്കുന്നു തൃശ്ശൂർ എന്നുള്ളതും എടുത്തു പറയുന്നു. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 7 മുതൽ 9 സീറ്റുകൾ വരെ അവർക്ക് അവിടെ വിജയ സാധ്യത നിലനിൽക്കുന്നു എന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതായത് LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറി തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തത്തില്ല എന്ന് സർവേ റിസൾട്ട് വ്യക്തമാകുന്നു. പക്ഷേ ഒരു തിരിച്ചടി ലഭിക്കും. അതായത് സീറ്റുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളിൽ നിന്നും പലതും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി 10-ൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്ന് സർവേ റിസൾട്ട് വ്യക്തമായി പറയുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു 3 മുതൽ 5 സീറ്റുകൾ വരെ നഷ്ടമാവാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സീറ്റുകൾ UDFിലേക്കും അതോടൊപ്പം തന്നെ BJPയിലേക്കും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും BJP 1 മുതൽ 2 സീറ്റുകൾ വരെ, അതേസമയം UDFിനെ സംബന്ധിച്ചിടത്തോളം 2 മുതൽ 3 സീറ്റുകൾ വരെ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 7 മുതൽ 9 സീറ്റുകൾ വരെ വിജയ സാധ്യത നിലനിൽക്കുന്നു എന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ഒരു തരംഗം എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മാറത്തില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു മുന്നേറ്റം ഈ പറയുന്ന തോതിൽ
BJPക്കും അതോടൊപ്പം തന്നെ UDFനും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം കാര്യമായിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് കൂപ്പുകുത്താനായിട്ടുള്ള ഒരു ഇടവരത്തില്ല. പക്ഷേ എങ്കിൽ പോലും അവർക്ക് സീറ്റുകൾ നഷ്ടമാകും. ഒരു തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലോട്ട് തൃശ്ശൂർ കാര്യങ്ങൾ മാറി മറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. എന്താണ് ഒരു റിയാലിറ്റി അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് BJPക്ക് അനുകൂലമാകുമോ, അത് UDFന് അനുകൂലമാകുമോ, അതുമല്ല അത് ഇടതുപക്ഷത്തിന് തന്നെ അനുകൂല ഘടകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ജനങ്ങൾ എന്താണ് വിധി എഴുതിയിരിക്കുന്നത്, ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും തൃശ്ശൂരിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു അട്ടിമറികൾ അത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സർവേ റിസൾട്ടുകൾ പോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന് സീറ്റുകൾ നഷ്ടമാകും, BJPക്ക് സീറ്റ് ലഭിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്, UDFന് സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ പറയുന്ന തോതിൽ BJP സംബന്ധിച്ചിടത്തോളം 1 സീറ്റോ 2 സീറ്റോ ആവാം. അതല്ല ഈ പറയുന്ന രീതിയിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അത് 2 സീറ്റോ 3 സീറ്റോ മാക്സിമം 4 സീറ്റിലേക്ക് എത്തുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ ചിലപ്പോൾ മാറിയെന്ന് വരാം. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 10-ൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും അത് 7 മുതൽ 9 സീറ്റുകൾ വരെ ചിലപ്പോൾ നേടിയെന്ന് വരാമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്നു. കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്താണ് ഇനി മണിക്കൂറുകൾ പിന്നിടുമ്പോഴത്തേക്കും മെയ് 4-ാം തീയതി എന്താണ് കേരളമൊട്ടാകെ സംഭവിക്കാൻ പോകുന്നത്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് തൃശ്ശൂർ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൽ BJP നേട്ടമുണ്ടാക്കുമോ, അതല്ല UDF നേട്ടമുണ്ടാക്കുമോ, അതുമല്ല ഇടതുപക്ഷം നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയാം.